നമസ്കാരം. ചിത്തിര നക്ഷത്രക്കാരുടെ വിഷുഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വിഷു മുതൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫല പ്രകാരമാണ്. അതിനാൽ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പല വഴികളിലൂടെയും ധനനഷ്ടം സംഭവിക്കാം. അതിനാൽ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാകുന്നു. ചില വ്യക്തികളെ പൂർണ്ണമായും വിശ്വസിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം ധനനഷ്ടം സംഭവിക്കാം. മനസ്സുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകണം എന്നില്ല, എന്നാൽ മറ്റൊരു വ്യക്തിയുടെ നിർബന്ധം കൊണ്ട് ചെയ്യുന്നതാകാം നഷ്ടം സംഭവിക്കാം. തീരുമാനിക്കാതെ, വളരെയധികം ചിന്തിച്ച് തീരുമാനിക്കാതെ എടുത്തുചാട്ടത്താൽ ചെയ്യുന്നതായ കാര്യങ്ങൾ ധനനഷ്ടം സംഭവിക്കുന്നതിന് കാരണമായി തീരും. അത്തരത്തിൽ നിങ്ങൾ ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധാപൂർവം വീക്ഷിച്ച് അത് ചെയ്യുകയാണ് എങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. രോഗസാധ്യതകൾ, രോഗദുരിതങ്ങൾക്കുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ്. ആ കാര്യങ്ങൾ അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. മരണദുഃഖം, അത്തരത്തിലുള്ള ചില ദോഷകരമായ കാര്യങ്ങൾ നിങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അത് അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അത്തരത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നതായ ചില വ്യക്തികളുടെ മരണ വാർത്തകൾ, മരണദുഃഖ തുല്യമായ വാർത്തകൾ പോലും കേൾക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. ചിലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. വളരെയധികം ശ്രമിച്ചാൽ പോലും ചിലവ് കയ്യിൽ നിൽക്കാത്തതായ ഒരു സാഹചര്യം. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചടികളായി വന്ന് ചേരുന്ന സമയമായി തീരാം. അതിനാൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ചിത്തിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. ഏത് കാര്യത്തിലും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയില്ല എങ്കിൽ തിരിച്ചടികളാണ് ഫലമായി വന്നു ചേരുക. അത് വേണ്ടപ്പെട്ടവരിൽ നിന്നാണ് എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരാം. ചില തർക്കങ്ങളോ ചില വിഷമങ്ങളോ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപകട സാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുകയും കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ പ്രധാനമായും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആപത്ത് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിൽ പ്രധാനം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടാകാം. സാഹസിക കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. അതിനാൽ വന്നു ചേരുന്നതായ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ നിങ്ങൾ മൂലം ഉണ്ടാകുന്നതായ ചില സമയത്തെ ദേഷ്യത്താലോ അത്തരം ചില കാര്യങ്ങളാലോ ചിന്തിക്കാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനാലോ ഇത്തരത്തിലുള്ള ആപത്ത്, അപകട സാധ്യതകൾ വർദ്ധിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. തുലാം രാശിയിൽ വരുന്നതായ ചിത്തിര 6-ലെ ശനി സാമ്പത്തിക നേട്ടങ്ങൾ നൽകും. അതിനാൽ തുലാം രാശിയിൽ വരുന്ന ചിത്തിര നക്ഷത്രക്കാർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക നേട്ടങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. നല്ല സമയം ആരംഭിക്കുന്നു എന്ന് തന്നെ ഈ നക്ഷത്രക്കാരെ കുറിച്ച്, അഥവാ തുലാം രാശിയിലുള്ള ചിത്തിര നക്ഷത്രക്കാരെ കുറിച്ച് പരാമർശിക്കാം. സാമ്പത്തികപരമായ ലാഭം, ധനം എപ്രകാരം കൈകളിലേക്ക് വന്നു ചേരാം എന്ന വ്യക്തമായ സൂചന നിങ്ങൾക്ക് നൽകുന്നതാണ്. സാമ്പത്തികപരമായ ലാഭം നിങ്ങൾക്ക് വർദ്ധിക്കാം. കൂടാതെ ഈ സമയം ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഭാഗ്യ പരീക്ഷണങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ലോട്ടറി ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനാഗമം വന്ന് ചേരുന്നതായ സമയമാണ്. ഭൂമി വാങ്ങുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണും. അത് വിജയത്തിൽ കലാശിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്.
പ്രതീക്ഷിക്കാതെ തന്നെ ചില തിരിച്ചടികൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. എന്നാൽ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വലിയ ധനലാഭം തന്നെ നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പരീക്ഷകളിൽ ഉന്നതമായ വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പരീക്ഷകളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. ഉദ്യോഗസിദ്ധി ശക്തമായ സാധ്യതയാണ്. ജോലി ലഭിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയത്തിൽ കലാശിക്കും. അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. വിദേശത്താകാം, അല്ലെങ്കിൽ നാട്ടിൽ തന്നെയുള്ള ജോലിയാകാം, താൽക്കാലിക ജോലിയാകാം. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ ഒരു സമയം കൂടിയാകുന്നു. അവിവാഹിതരായ വ്യക്തികൾക്ക് വിവാഹയോഗം കടന്നു വരാവുന്നതായ സമയമാണ്. വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ, വിവാഹം അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സന്താനലബ്ധി ലഭിക്കാവുന്നതാണ്. സന്താനലബ്ധി ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാണ്. സന്താന പ്രതിബന്ധം അകലുന്നതായ സാഹചര്യം. ഗൃഹനിർമ്മാണം അനുകൂലമായി തീരുക. വാഹനലബ്ധി വന്നു ചേരുക. വാഹനം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് വാങ്ങുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. മാറ്റി വാങ്ങുന്നതാകാം. അത്തരത്തിൽ പല വഴികളിലൂടെയും ഈ സമയം വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചികിത്സയിലൂടെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. സ്വദേശത്തും വിദേശത്തും ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് വിദേശത്താണ് എങ്കിൽ പോലും ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമൂഹികമായ അംഗീകാരങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുപ്രവർത്തനത്തിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുപ്രവർത്തകർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സ്വതസിദ്ധമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം പ്രണയവിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. പ്രണയത്തിൽ വിഘ്നമോ പ്രണയ സാഫല്യത്തിനോ തടസ്സങ്ങളോ ഉണ്ടാകും എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയാണ് എങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് കാലതാമസം നേരിട്ടു എന്ന് വരാം. തന്മൂലം വിവാഹകാര്യം നീണ്ടുപോകാം. എന്നാൽ ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ചില അനുരഞ്ജനം, അത്തരം ചില ശ്രമങ്ങൾ പരാജയപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ്. കലഹബുദ്ധി വളരുവാൻ ഇടയുണ്ട്. അത് മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിലൂടെ ദാമ്പത്യ സുഖം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ പോലും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിശ്വാസം, പരസ്പരമായ ആ വിശ്വാസം കുറയുവാനുള്ള സാധ്യതകളുണ്ട്. കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. വിദേശത്ത് പഠനം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾക്കായുള്ള പരിശ്രമങ്ങൾ ഫലം കാണും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം കാലതാമസം ചില കാര്യങ്ങൾക്ക് നേരിടേണ്ടതായി വരാം. അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും മനസ്സ് മടുക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. തീർച്ചയായും നിങ്ങൾ ശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ്. അത് അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അന്യദേശത്ത് ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും മെച്ചം ഉണ്ടാകണം എന്നില്ല. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കുകയും പിന്നീട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. അതിനാൽ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ അല്പസമയം കാത്തിരിക്കുന്നത് ശുഭകരമായി തീരും. ശ്രദ്ധയോടെ തന്നെ നീങ്ങണം. ഈ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ, തിരിച്ചടികൾ ജീവിതത്തിൽ നേരിടേണ്ടതായി വരാം.